പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ആ സത്യങ്ങളെല്ലാം പുറത്തായിരിക്കുകയാണ്. തന്നെ തട്ടിക്കൊണ്ടുപോയത് ജയരാമന്റെ സമ്മതത്തോടെ തന്നെയാണ് എന്ന് ഇഷ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അഭിഷേകിനോട്. ഇത് കേൾക്കുന്ന അവളുടെ അച്ഛനാകെ ഞെട്ടിപ്പോവുകയും ദേവരാജൻ ഇതേ തുടർന്ന് നീ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതെ, എനിക്കിപ്പോൾ കൃത്യമായ ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നതെല്ലാം സത്യവുമാണ്. എനിക്ക് നുണ പറയേണ്ട ആവശ്യം എന്താണ്? എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ട സമയം ആയിരിക്കുന്നു. എന്നെ അയാളാണ് ചതിച്ചത്. എന്നെ തട്ടിക്കൊണ്ടുപോയി തടവിൽ താമസിപ്പിച്ചതും എന്നെ ഉപദ്രവിച്ചതും അയാൾ തന്നെയാണ്. അയാളും അയാളുടെ സുഹൃത്തും. ഇത് കേൾക്കുന്ന അഭിഷേക്, നീ പറയുന്നത് സത്യം തന്നെയാണോ? സത്യം തന്നെ ആണ് എങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്നതിന് ഞാൻ തയ്യാറാണ്. അയാൾക്ക് അതിനുള്ള ശിക്ഷ നമ്മൾ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഉറപ്പ് നൽകുകയാണ്. എന്നെ തട്ടിക്കൊണ്ടുപോയത് അയാൾ തന്നെയാണ്. എന്നെ ഉപദ്രവിച്ചത് അയാൾ തന്നെയാണ്. അയാളും അയാളുടെ ശിങ്കിടികളും ഇനിയും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുന്ന അഭിഷേക്, ഞാൻ എന്തായാലും അയാളെ ഒന്ന് പോയി കാണുന്നുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താകും അവസ്ഥ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ദേവരാജൻ. പക്ഷേ ഇതേ തുടർന്ന് സോഹനെ ചെന്ന് കാണുന്ന അഭിഷേക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന്, എന്താണ് അഭിഷേക് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്നത്? ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊന്നും എനിക്ക് മനസ്സിലാകാത്ത അവസ്ഥ. എന്താടാ, എന്താ പറ്റിയത്? ദേവബാലയെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആരാടാ, ആരാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്? അത് എനിക്കും അറിയണം. അത് മറ്റാരുമല്ലടാ, എൻ്റെ അച്ഛൻ തന്നെയാണ്, ആ ജയരാമൻ. ഇത് കേട്ട് സോഹനൊന്ന് ഞെട്ടിപ്പോവുകയാണ്. എടാ, നീ പറയുന്നത് സത്യം തന്നെയാണോ? അതെ, ഞാൻ തമാശ പറയുന്നതല്ല. കൃത്യമായ തെളിവുകളുണ്ട്. ദേവബാലയ്ക്ക് അയാളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അവൾ തന്നെയാണ് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് ഞാനുമാകെ ഞെട്ടിപ്പോയി. ഒരിക്കലും ഇങ്ങനെയൊരു പ്രവൃത്തി അയാളുടെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അയാളെ എനിക്കൊന്ന് നേരിട്ട് പോയി കാണേണ്ടതുണ്ട്. എന്തിനാണ് അയാൾ ഇതെല്ലാം ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീയും വാ, അയാൾ എവിടെയാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയുന്ന അഭിഷേക് ഇതേ തുടർന്ന് സോഹനെയും കൂട്ടിക്കൊണ്ട് ജയറാമിനെ കാണുന്നതിനായി പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ജയരാമനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ജയരാമൻ, എന്തിനാടാ ഇപ്പോൾ എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അഭിഷേകിനോട്. ഇതോടെ ഇങ്ങോട്ട് വരേണ്ട കാര്യങ്ങളല്ലേ നിങ്ങളിപ്പോൾ ചെയ്തു വെക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് അന്വേഷിച്ചു വന്നത്. എനിക്ക് മനസ്സിലായില്ല. ഓ, നിങ്ങൾക്കിപ്പോ ഒന്നും മനസ്സിലായില്ല അല്ലേ? ആ ദേവബാലയെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ കള്ളത്തരം പുറത്തായി എന്ന് മനസ്സിലാക്കുകയാണ് അയാൾ. ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊരു ചതി ചെയ്തത് എന്ന് അറിയണം എനിക്ക്. അതിനാണ് ഞാനിപ്പോൾ വന്നത്.
സത്യങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഒന്ന് പോടാ ചെക്ക. ജയരാമനെയാണോ വിരട്ടാൻ നിൽക്കുന്നത്? നിന്റെ അച്ഛനാണ് ഞാൻ. ആ കാര്യം നീ മറക്കണ്ട. ആ തലയ്ക്ക് സുഖമില്ലാത്തവൾ പോലീസിനോട് എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്കെന്താണ്? എന്നെ പോലീസ് ഒന്നും തന്നെ ചെയ്യുകയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം നീ മറക്കരുത്. ഓ, അങ്ങനെയാണോ? അവൾക്ക് ഇപ്പോൾ എല്ലാ കാര്യവും കൃത്യമായി ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അവൾ ഇപ്പോൾ നോർമലാണ്. ആ കാര്യം നിങ്ങൾ മറക്കണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ജയരാമൻ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന അയാൾ, ഓ, അപ്പോൾ അങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നു. അതെ, നിങ്ങൾ എന്തിനാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്? നിങ്ങൾ കാരണം കുടുങ്ങാൻ പോയത് ഞാനാണ്. എനിക്കതിനൊരു ഉത്തരം കിട്ടിയില്ല എങ്കിൽ ഞാനായി നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന്, ഒടുവിൽ നിനക്ക് സത്യങ്ങൾ അറിയണം. ശരി, ഞാൻ പറഞ്ഞു തരാടാ നിനക്ക് സത്യങ്ങൾ എല്ലാം. നിന്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിച്ചുവിടണം എന്ന് കരുതി തന്നെയാണ് ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയത്. ആ ബുദ്ധിയില്ലാത്തവൾ കാരണം നിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറാൻ പോകുന്ന മഹാലക്ഷ്മിയാണ് ഒഴിഞ്ഞുപോയത്. നിനക്ക് നല്ലൊരു ജീവിതമാണ് നഷ്ടപ്പെട്ടത്. നീ ഇഷയെ വിവാഹം കഴിക്കണം. അത് നിന്റെ മാത്രമല്ല എൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ ആ മാരണത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായി സഹായിച്ചത്. നിനക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് കേട്ടതിനെ തുടർന്ന്, ഓ, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകാൻ കാത്തിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല. ആ കാര്യം എനിക്കും അറിയാവുന്നതാണ്. അതെ, നിനക്ക് വേണ്ടി മാത്രമല്ല എനിക്കും കൂടി ഉപകാരപ്പെടുന്ന കാര്യത്തിന് തന്നെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ മാരണത്തെ ഞാൻ കൊന്നേനെ എന്ന് പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഭിഷേകിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.